ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഓരോരോ കഥകൾ. അതൊന്നല്ല കഥ, വലിയ കഥ ഞാൻ പറഞ്ഞുതരാം. എന്റെ രണ്ടാമത്തെ മോളെ ചൊമ്മറവട്ടത്ത് കളി കണ്ടി. അത് നമ്മള് മുന്നേ പറഞ്ഞേരാ. അങ്ങനെ ഞാൻ എന്റെ പേരക്കുട്ടികളെ മോളൊക്കെ വർത്താനം അറിയാൻ വേണ്ടി ഒരു ദിവസം ഉച്ചക്ക് അവിടെ ചെന്ന് ചോറൊക്കെ വെച്ച് കുട്ടികളായിട്ടൊക്കെ കളിതമാശൊക്കെ പറഞ്ഞ് എനിക്ക് അവിടുന്ന് പോരണല്ലോ. അങ്ങനെ റോട്ടുമൊക്കെ വന്നപ്പോ ബസ് വരാൻ ഒരു 15 മിനിറ്റും ഉണ്ട്. ഞാനാണ് അസർ കഥ ആവാൻ അയക്കുന്ന പോയി പള്ളിയൊക്കെ കയറി. അവിടെ ഒരു പള്ളിയുണ്ട്, അതായത് സ്കെച്ചാണെന്ന് വിചാരിച്ചുണ്ട്. അല്ല പരിപാടിയൊക്കെ ഉണ്ടാ നിങ്ങൾ ഈ ആളടയിലിട്ട് ആളെ അവസരാക്കരുത്, അത് കാര്യം പറഞ്ഞുതരാം. അപ്പൊ പള്ളി കണ്ട് ഏതായാലും ഞാൻ ഒന്ന് കണ്ടെടുത്ത് അങ്ങനെ കാലെടുത്ത് വെച്ചിട്ടു. അപ്പൊ കണ്ടിട്ട് അവിടെ ഒരു ബോർഡ്, സമ്മതിക്കൂല. ഞാൻ വിചാരിച്ചു പഠിച്ചു നിസ്കരിക്കാരും സമ്മതിക്കൂല. അഞ്ചടി കണ്ണിന് കാഴ്ച കുറവാണോ. ഞാൻ എല്ലാം കണ്ണാടിയൊക്കെ വെച്ചാണ് ചെന്ന് നോക്കുമ്പോണ്ട് എക്സ്പ്രസ് ഹൈവേ വരാൻ സമ്മതിക്കൂല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ വള്ളിയാണ്. എന്താ സംശയം? ഏതായാലും ഞാൻ അസർ 4 റക്കായത്ത് വേറെ നിസ്കരിക്കാണ് പുറത്തേക്കായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുളം ഉണ്ടാവും. ആ കുളത്തിന്റെ പക്കത്തിൽ ഒരു ജമാഅത്താരൻ നിൽക്കുന്നു. മനസ്സിലായി പോയി. അത് എളുപ്പമുണ്ട്. അള്ളാന്റെ ദുനിയാവിനോട് ദേഷ്യം പിടിച്ചാൽ മീന്റെ കാണാൻ പിന്നെ ജമാഅത്ത് തന്നെ അങ്ങനെ ഓന്റെ അടുത്ത് ഞാൻ ചെന്നു. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം പിടിച്ചാണ് 4 കുലുക്കല്. ഞാൻ വിചാരിച്ചിട്ട് കയ്യിന്റെ പറക്കടക്കം ഇഞ്ഞു പോയി. ഭയങ്കര സംഗതിയാണ്. അപ്പൊ ഞാൻ അവനോട് ചല്ല സാഹിബേ, ഇവിടെ ഈ എക്സ്പ്രസ് ഹൈവേ വരുന്നോണ്ട് എന്തൊക്കെ ഇത്ര വലിയ കയറി വെച്ചാ അവരോട്. അപ്പൊ അടുത്ത വയ്ക്കിനോട് പറഞ്ഞിട്ട് കളയോട് ഞങ്ങൾ ഈ നാട്ടില് എത്ര ആള്? 4 ആള്. അപ്പോ അത് ആരൊക്കെന്ന് ചോദിച്ചാല് ഓർത്ത് വയ്ക്കുന്നോട് ഞാൻ ചോദിച്ചാൽ ആരൊക്കെയാണ് ഓ പറയാം. ഹൽക്ക കുൽക്ക നാദിൻ കാർക്കുൽ. അല്ലല്ല, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടേണ്ടർമാരെ പേരാണ്. ഹൽക്ക കുൽക്ക നാദിം കാർക്കുൽ. ഈ വരാൻ പോണ എക്സ്പ്രസ് ഹൈവേന്റെ വീതികളൊന്നും ഞാൻ ഇങ്ങോട്ട് പറയണ്ട. അഥവാ ഞങ്ങൾ ഈ 4 ആളെ ഇടയിൽ കൂടി എങ്ങാനും ഈ എക്സ്പ്രസ് ഹൈവേ വരികയാണെങ്കിൽ ഹൽക്ക ഇപ്പുറത്തും കുൽക്ക അപ്പുറത്തും അടങ്ങാറായി. അഥവാ ഇവിടെ ഉള്ള ഹൽക്കെങ്ങാനും അപ്പുറത്തെ കുൽക്കരെ കാണാൻ പോണെങ്കിൽ 8 കിലോമീറ്റർ അപ്പുറത്തേ അപ്പുറം കടക്കാൻ പറ്റുള്ളൂ. അവിടെ ക്രോസിംഗ് ഉള്ളൂ. അഥവാ അവിടെ ഉള്ള കുൽക്കെങ്ങാനും ഇവിടുത്തെ ഹൽക്കരെ കാണുന്നുണ്ടെങ്കിൽ 8 കിലോമീറ്റർ ചുറ്റി ഇവിടെ വരണം. അതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേ വരാൻ സംഭവിക്കൂല. അപ്പൊ ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എക്സ്പ്രസ് ഹൈവേ വരാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ഇങ്ങനെ പിന്തിരിപ്പൻ മൂരാച്ച് നയങ്ങളും പേരി CPM-ന്റെ തനി പകർപ്പായി മാറുകയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അതിനോശാന പാടാൻ ഒരു മാധ്യമം പത്രവും. എന്താ അതിന്റെ